അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ പോലത്തെ നല്ല ആഭിയത്തും സ്വാർത്ഥതൊന്നുമില്ല ആളല്ല. അതെന്തെയ്ത് അവരിവിടെ പ്രവർത്തിക്കുന്ന കാര്യം പറഞ്ഞു, ശനിയും പറഞ്ഞു, ശനിയാഴ്ച കേരളീയം പറഞ്ഞു, 3 സ്ഥലത്തും പറഞ്ഞത് കണ്ണൂർ ഉസ്താദിൽ നിന്ന് നമ്മൾ ഒരുപാട് പാഠങ്ങൾ പഠിക്കാറുണ്ട്. അവര് ഒരൊറ്റ വ്യക്തി ഇവിടുത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. അപ്പൊ ഇവിടുത്തെ ആളുകള് എത്ര പാവങ്ങളായ ആളുകളാണ്. ഈക്കുള്ള ആളുകളൊക്കെ എത്ര ആളുണ്ട്. ഓരോ സ്ഥലത്ത് തേങ്ങോട്ടാണെങ്കിലും കൊണ്ടോട്ടിയിലാണെങ്കിലും കരുവാരണ്ടിലാണെങ്കിലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ എത്ര ആളുകളുണ്ട്. അങ്ങനത്തെ ആളുകളൊന്നും ഇല്ലാണ്ട് അവരെ സഹായിക്കാൻ പറഞ്ഞു. അവിടെ ആ വീട്ടുകാരൻ പറഞ്ഞു, ആള് വഴി സ്ഥലമെടുക്കാന്ന് പറഞ്ഞു. ഈ സ്ഥലമെടുക്കാന്ന് പറഞ്ഞു. നമ്മൾ കാട് കുടിക്കണ കിടക്കുന്ന സ്ഥലമാണ്. ഈ സ്ഥലം അന്ന് 30 ഉറുപ്പ്യ സെന്റിന് 30 ഉറുപ്പ്യറ്റാണ് എടുപ്പിച്ചത്. ഇങ്ങനെ മൂപ്പരെ കൂടെ അവർക്ക് അല്ലാഹു തആല അവർക്ക് മുസഖറാക്കി കൊടുത്തല്ലേ. മൻ കാന ലില്ലാഹി കാന അല്ലാഹു. ഒരുത്തൻ അല്ലാഹ്ക്കായി കഴിഞ്ഞാൽ അല്ലാഹ് അവനിക്കാവുന്ന തെളിവാണെന്ത് നമ്മുടെ മഹാന്മാരുടെ പ്രവർത്തനങ്ങൾ. അവരുടെ പ്രവർത്തനം, അവരുടെ ജീവിതം കണ്ടിട്ട്, അവരുടെ ഇഖ്ലാസ് കണ്ടിട്ട് അതിലൂടെ നമ്മൾക്ക് ഇഖ്ലാസും ആ ബോധവും നമ്മൾ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ്. ഇതിലൂടെയൊക്കെ നമ്മൾക്ക് പാഠങ്ങൾ സാദിലൂടെ സാദിലൂടെ ഒരുപാട് പാഠങ്ങൾ നമ്മൾക്ക് പഠിക്കാൻ അവിടെ ഒരു പെടുന്നില്ല. ഇവിടെ അപ്പുറം അല്ലേ, അവിടെ ഇവിടെ എത്ര രൂപ 10-14 കിലോമീറ്റർ അപ്പുറം. 14 കിലോമീറ്റർ അപ്പുറം ആരും ഇവിടെ വന്ന് ഈ മലന്റെ മുകളില് പ്രവർത്തിച്ച പ്രവർത്തനം നോക്കി ഇവിടെ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കി. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഇവിടെ ഷെഫിന് പേരുണ്ട്, ഷെഫിനാന്റെ സദസ്സിൽ പങ്കെടുക്കുന്നുണ്ട്, ഷെഫിനാന്റെ ഇർസാദാത്തുകളുണ്ട്. അതിനോടുകൂടി ഇതുപോലത്തെ കാര്യങ്ങൾ പഠിച്ചിട്ട് നമ്മുടെ ജീവിതത്തിലും ഓരോ മുരീദിന്റെ ജീവിതത്തിലും ഈ കാര്യങ്ങളെ ഉൾക്കൊള്ളുകൊണ്ട് പറഞ്ഞിരുന്നു. തുമ്പ് പിടിച്ച് തൂണാക്കാറില്ല സത്താബിസ്ഥാൻ. തുമ്പ് പിടിച്ച് തൂണാക്കുന്ന പണിയാണ് ഈ മശായിഖന്മാരുടെ പ്രശ്നം. നമ്മളൊന്നുമില്ലാത്ത ആളുകളെ അവരെന്ത് ചെയ്യും? എല്ലാമായ അവസ്ഥയിലേക്ക് ഉയർത്തുന്ന കാമിനികളായ മശായിഖന്മാരെയാണ് അല്ലാഹുവിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്തെങ്കിലും ചെല്ലി പറഞ്ഞ് പോണ അവസ്ഥയില്ല. എന്റെ മുന്നിലുള്ള ശൈഖിന്റെ മശായിഖന്മാരുടെ പ്രവർത്തനം കണ്ട്, അവരുടെ ജീവിതം കണ്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്തി അങ്ങനെ നമ്മളെ സുലൂക്ക് ചെയ്യിപ്പിക്കുന്ന ഒരു വഴിയാണ് നമ്മുടെ ഉസ്താദ് ജമാലുല്ലാഹ് സാറത്തെ. അവര് വളരെ ക്ഷീണിച്ച അവസ്ഥയിലെന്തായി എന്തൊരു പ്രവർത്തന അവിടെ നടത്തിയത്. അവരുടെ ശൈഖന്മാരൊക്കെ നല്ല ഉയർന്ന അവസ്ഥയിലല്ലേ വരാം. ജമാലുല്ലാഹ് റഹ്മത്തുള്ളാഹി അവർ ശാരീരികമായിട്ട് വളരെ ക്ഷീണമുള്ള ആളുകളാണ്. അങ്ങനത്തെ ലൈഫായ ഉസ്താദിലൂടെ ഈ സിൽസിന്റെ പ്രവർത്തനം എത്ര ഉയർന്ന അവസ്ഥയിലാണ് അല്ലാഹു തആല നടത്തിയത്. ഇതൊക്കെ നമുക്ക് വലിയ പാടാം. അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ ജീവിതങ്ങളിൽ നമ്മൾക്ക് വലിയ പാടാം. അവര് ഇതിനു വേണ്ടി എത്ര ഇല്ലാഹിയത്ത് മാത്രം, ഇല്ലാഹിയത്ത് മാത്രം, ഇഖ്ലാസ് മാത്രം അതിലൂടെ കെട്ടിപ്പടുത്തതായിരിക്കുന്ന സിൽസിലയാണ്. അപ്പോ ഇതിലൂടെയൊക്കെ നമ്മൾക്ക് അത് അവരുടെ ജീവിതത്തിൽ കണ്ട് പഠിച്ച് ജീവിതത്തിൽ പകർത്തി പ്രവർത്തിച്ച ഒരു മഹൽ വ്യക്തിയാണെന്ത് അത് അമൽസ. അവരുടെ പ്രവർത്തനം കണ്ടാൽ മതി, അവരുടെ ജീവിതം കണ്ടാൽ മതി. അവിടെ ഇവിടെ ഓടിപ്പാണ്ടിനെ ഷെഫിനെ അവിടെ വന്നു എലമൂത്താണെങ്കിലും കരുവാനൂരിലാണെങ്കിലും വെട്ടിക്കാട്ടിയാണെങ്കിലും മറ്റുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ അവിടേക്ക് എന്താണ് സാധി 1.25 വന്ന് വരുമ്പോ എന്ത് ചെയ്യും? വരുമ്പോ അവർ സ്വന്തം ലഭില്ല. ആരെങ്കിലും 3-4 ആളെ ഇവിടുന്ന് കൊണ്ടോട്ടിന്ന് കേരളം കൊണ്ടോട്ടിക്കല്ല, അല്ലെങ്കിൽ കേരളത്തിൽ പെരിന്തൽമണ്ണക്കല്ല, കണ്ണൂരിന്ന് ഏലംകോട്ടേക്ക് വരുമ്പോ, കണ്ണൂരിന്ന് കൊണ്ടോട്ടിക്ക് വരുമ്പോ, കണ്ണൂരിന്ന് കരുവാരൂരിലേക്ക് വരുമ്പോ 6
ആളുകളും കൂട്ടിക്കൊണ്ടുവരും. അവർക്ക് ഈ വിഷയങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി അവരെ കൂടെ കൊണ്ടുവന്ന് ഒന്നുമല്ലാത്ത ആളുകളെ ഈ അവരെ പിന്നിൽ അണിനിരത്തിക്കൊണ്ട് അവരുടെ ആ പ്രവർത്തനത്തിൽ ശക്തി കൂട്ടാൻ വേണ്ടി അവരുടെ പ്രവർത്തനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം. അതിലൊക്കെ നമുക്ക് വലിയ പാടാണ്. നമ്മുടെ ഈ ബന്ധം ചെറിയൊരു ബന്ധമായിട്ട് മനസ്സിലാക്കണം. ഓരോ മുടിയും അതിപ്പോ ഉസ്താദാന മാത്രമല്ല പറയുന്നത്, ഓരോ മുടിയും ഇതിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞുണ്ട്. അള്ളാഹിന്റെ നുസ്രത്ത് വരുന്നുണ്ട്, അള്ളാഹിന്റെ സഹായം ഇവരുണ്ട്. എത്രമാത്രം വിലാസായിട്ട് ഇത് പ്രവർത്തിക്കണം, അതിന്റെ തോതനുസരിച്ച് എന്താവും ഇവന് വളർച്ചയും ഉയർച്ചയും ഈ സുലൂക്കുകളുടെ അള്ളാഹു നമ്മുടെ ആൾക്കാരോട് പറഞ്ഞു ദൂഷാമത്തെ പറയുന്ന ഉദാഹരണം നമ്മളൊന്നുമല്ല. അപ്പൊ എവിടെ പറയും എന്താ വസ്ത്രം അലക്കണമെങ്കിൽ ആ വസ്ത്രം അലക്കാൻ കൊടുക്കാൻ പിന്നെ കൈ കഴുകാൻ പിന്നെ സോപ്പ് വേണം വാങ്ങുന്ന ദൂഷാമത്തെ. വസ്ത്രം അലക്കാൻ വേണ്ടി ആ വസ്ത്രം ഈ കൈ കൊണ്ട് സോപ്പിട്ട് അലക്കുമ്പോഴതാണ് ആ വസ്ത്രം വൃത്തിയാകുന്നതോടുകൂടി ഇവന്റെ കൈയും വൃത്തിയാവും. ഇതുപോലെ തന്നെ നമ്മള് മറ്റുള്ളവരെ നന്നാക്കാൻ വേണ്ടി, മറ്റുള്ളവരിലേക്ക് ഇത് പകർന്നു കൊടുക്കാൻ വേണ്ടി നമ്മളിൽ അധ്വാനിക്കുമ്പോ നമ്മളെ ഉള്ളിൽ ഈ വിഷയങ്ങൾ തുറന്നു കിട്ടും. ഇതിന്റെ സുഖത്തും ഇപ്പൊ നമ്മളെ ഉള്ളിൽ തുറന്നല്ലോ, നമ്മളെ ഉള്ളിൽ നിന്നോരോ മുരീദിന്റെ അവസ്ഥ, നമ്മളെ മുന്നിൽ വരുന്ന ഒരു മുരീദിന്റെ അവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. ഇവർക്ക് കുറ്റബോധം വരുന്നുണ്ട്. എന്നോട് ബന്ധപ്പെട്ട ആൾ എന്റെ മുന്നിൽ വന്ന് എന്തെങ്കിലും ചെറിയ പൊടി വാക്കുകൾ കേട്ടിട്ട് അതനുസരിച്ച് ഇവൻ വിമർശിക്കുമ്പോ ഇതിലൂടെ ഇവൻ എത്രമാത്രം ഉയർച്ച കിട്ടുന്നുണ്ട്. അപ്പോ ഞാനും ഇതിലായി കഴിഞ്ഞാൽ എത്ര ഉന്നതമായ അവസ്ഥയിലേക്കാണ് നമ്മളെ ഒരു കഥ പറയുന്നത്. ഒരു കൂട്ടര് ഇങ്ങനെ കൊള്ള ചെയ്ത് ഇങ്ങനെ നടത്തുക. അപ്പൊ അങ്ങനെ ഒരു വീട്ടില് കാര്യം ചെന്ന് പറഞ്ഞു, ഞങ്ങള് അള്ളാഹു തആലാന്റെ വൈദ്യുത മുജാഹിദീങ്ങളാണ്, ഞങ്ങൾക്ക് നിങ്ങൾ വിശപ്പടക്കാൻ എന്തെങ്കിലും തരണം. അവൻ എന്ത് ചെയ്തു, എന്തൊക്കെയാ വീട്ടില് സ്ത്രീകളാണുള്ളത്, ഒക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തത്. അങ്ങനെ അവർ പോയി ഭക്ഷണം കഴിച്ചു പോയി. പിന്നെ ഒരു പ്രാവശ്യം അവരതിനെ വന്നപ്പോ വീണ്ടും ആ വീട്ടിലേക്ക് കഴിച്ചത്. അപ്പൊ അവിടെ ചെന്നപ്പോ ഈ വീട്ടിലെ ഉമ്മയാണല്ലേ, ഉമ്മ അല്ല ഇവങ്ങളോട് നല്ല ഉയർന്ന ഭക്ഷണം ഉണ്ടായിക്കോളും. അപ്പോ ഇവർ ചോദിച്ചു, നിങ്ങളിപ്പോ എന്ന് നല്ല ഉയർന്ന നിലവാരത്തിലുള്ള ഈ ഭക്ഷണം ഉണ്ടാക്കി തരാൻ കാരണം എന്തായി? ഞാനേ എന്റെ വീട്ടില് കാഴ്ച നഷ്ടപ്പെട്ട ഒരു മോളുണ്ട്, അവളെ നിങ്ങള് അള്ളാഹുവിന്റെ വഴിയിലുള്ള മുജാഹിദീങ്ങളല്ലേ, നിങ്ങൾ ഭക്ഷണം കഴിച്ച പാത്രം കഴുകി എന്റെ മോളെ മുഖം കഴുകി അവൾക്ക് രസം കുടിക്കാൻ കൊടുത്തോണ്ടേ അവളെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഇതിൽ കേട്ടതോടുകൂടി കൊള്ളക്കാരാകെ നിർത്തി. നമ്മളെ നാക്കുകൊണ്ട് നമ്മൾ അള്ളാഹുവിന്റെ നമ്മൾ കൊള്ളക്കാരാണ്, കൊല ചെയ്യുന്നവരാണ്, ഇങ്ങനത്തെ മോശപ്പെട്ട ആളുകൾ നമ്മൾ അള്ളാഹിന്റെ വഴിയിലുള്ള മുജാഹിദീകളാണ് പറഞ്ഞതിന്റെ പേരിൽ ഇത്തരം അസറുണ്ടെങ്കിലേ നമ്മൾ അള്ളാഹിന്റെ വഴിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അള്ളാഹു തആലാന്റെ നുസ്രത്ത് നമ്മൾക്ക് എത്രമാത്രം ഉണ്ടാകുന്ന മനസ്സിലാക്കി ആ കൊള്ളക്കാരെല്ലാം ഉണ്ടായി അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ വഴിയിലേക്ക് പ്രവേശിച്ചെടുത്തത്. നമ്മൾ അള്ളാഹിന്റെ വഴിയിൽ ഇറങ്ങിക്കഴിഞ്ഞോ അള്ളാഹു തആലാന്റെ നുസ്രത്ത് നമ്മൾക്ക് ഉണ്ടാകും. അതാണ് അതിന്റെ തെളിവുകളാണ് നമ്മളെ മുന്നിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ ഉസ്താദന്മാര്, നമ്മുടെ മശായിഖന്മാര്, നമ്മുടെ ഷെയ്ഖുനാഥൻ അവരെ വിശാലിന്റെ ശേഷം തങ്ങളുടെ ആ പ്രവർത്തനം എത്ര ഉന്നതമായ അവസ്ഥയാണ്. അവരുടെ കയ്യിലൂടെ ഈ സിൽസിലയ്ക്ക് അല്ലാഹു തആല വിശാലത നൽകി. ഏതെല്ലാം രീതിയിൽ ഷെയ്ഖിന് എവിടെ കൈവച്ചോ അവിടേക്ക് കുത്തുകാത്തുകൾ, അവിടെ മറ്റുള്ള അസ്ബാബിലേക്ക്, അവിടെ അതിന്റെ ഇതിൽ എന്തൊക്കെ നടക്കണോ അതിലേക്ക് ഷെയ്ഖിനെ തവജ്ജുഹ് ചെയ്യാൻ ഷെയ്ഖിനോട് വലിയ വലിയ വർത്തമാനങ്ങൾ ചില പൊതു മേഖലയിൽ പ്രവർത്തിക്കുന്ന ബുദ്ധിമാനികളായ ആളുകൾ പറയും, അങ്ങനെയാണ് ഇങ്ങനെ കുച്ചിപ്പിന്നെ ഷെയ്ഖിനെ പറയും, കുച്ചിപ്പിന്നെ അതൊന്നുമില്ല. അങ്ങനെ അതിലേക്ക് ഷെയ്ഖിനെ തവജ്ജുഹ് ചെയ്യാണ്ട് ഷെയ്ഖിനെ ഇളക്കി മരിക്കാണ്ട് നമ്മുടെ ഭാഷ പറയാം
ഷേഖിനെ ഇളക്കി മറിക്കാനുള്ള ചില വാക്കുകൾ പലരും പറയും. അതേക്ക് ഷേഖിനെ തവജ്ജീത്ത് ഷേഖുന ഹിമ്മത്തായിട്ടെന്ന് ഷേഖുനെ ഈ ശരീരത്തിന്റെ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് എത്ര മാത്രമാണ് ഈ സിൽസിലക്ക് ഊർജ്ജവും ശക്തിയും അല്ലാഹു തആല ഷേഖിനോട് നൽകിയത്. ഇത് വല്ലാത്ത പാഠമാണ്. ഉലമാക്കൾക്കും മുരീദന്മാർക്കും വേറൊന്നും വേണ്ട. ആരിഫുദ്ദീൻ ജീലാനി ഷേഖിന് അതങ്ങനെ ഈ 32 കൊല്ലത്തെ ജീവിതത്തിന്റെ ആ പ്രവർത്തനം നമ്മൾ കണ്ടാലെന്നുണ്ട് നമ്മൾക്ക് അതിലൂടെ നമ്മൾക്ക് സുലൂക്ക് ചെയ്യാനും ഉയർന്നു പോകാനും എല്ലാ അവസ്ഥകളും ഷേഖിനാന്റെ ജീവിതത്തിൽ നമ്മൾക്ക് കണ്ട് അറിഞ്ഞ് അനുഭവിച്ചതായിരിക്കുന്ന ആളുകളാണ്. ഇങ്ങനെ അവരെ ആ പ്രവർത്തനം കണ്ട് നമ്മൾ നീക്കഴിഞ്ഞോ നമ്മള് ആരിഫുദ്ദീൻ ജീലാനി തങ്ങളോ അല്ലെങ്കിൽ നൂറുൽ മശായിഖ് തങ്ങളോ അല്ലെങ്കിൽ ഹൗസുല്ലാദ് തങ്ങളോ അല്ലെങ്കിൽ ഉരിശാശാനി തങ്ങളോ അല്ലെങ്കിൽ ഉരിശാമത്തലിയോ അവരൊന്നും ആയിക്കോളില്ലെങ്കിൽ അവരുടെ ആ വഴിയിലൂടെ കുറയിച്ച് നമ്മൾക്ക് സഞ്ചരിക്കാനുള്ളതായിരിക്കുന്ന അവസരമുണ്ട്. അവരുടെ ജീവിതത്തിൽ ധാരാളമുണ്ട്, അവരുടെ സഹവാസത്തിൽ ധാരാളമുണ്ട്. അതും നമ്മൾക്കറിയാലോ. അവരോട് സഹവസിച്ചതായിരിക്കുന്ന ഒന്നും അല്ലാത്ത ഒന്നും ഒരു പേരും പെരുമില്ലാത്തതായിരിക്കുന്നു എത്തരത്തിൽ ആളുകളെ കയ്യിലൂടെയാണ് ഈ സിൽസിലക്ക് ഉയർത്തിയും അകത്തിയും അല്ലാഹു തആല നമ്മൾ കേരളത്തിലും അതുപോലെ തന്നെ മറ്റുള്ള സ്റ്റേറ്റുകളിലും മറ്റുള്ള പുറനാടുകളിലും അവരുടെ ആ സഹവാസത്തിലൂടെ എത്തരത്തിൽ ആളുകളെയാണ് ഷേഖുനാഥകളെ ഇവിടെ സഞ്ചരിപ്പിച്ചത് ഒക്കെ നമ്മൾക്ക് വലിയ അതേ അവർ തന്നെയാണെന്ന് പ്രകാശം, ആദാറിന്റെ പ്രകാശം, നൂറുൽ മശായിഖിന്റെ പ്രകാശം, നൂറുല്ലാഹിന്റെ പ്രകാശം, അത് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയുടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ പ്രവർത്തനം എത്രമാത്രം വന്നിട്ട് ഒമ്പരക്ക് വന്ന ആളുകളെ സ്ത്രീകളാണ്, പുരുഷന്മാരാണ്, വയസ്സന്മാരാണ്, യുവാക്കളാണ്, അവരൊക്കെ മനസ്സിന് എന്തൊരു ആനന്ദമാണ് ഉമ്മയിലൂടെ കിട്ടിയത്. ഓരോ കൊണ്ടോട്ടിയിൽ തിങ്കളാഴ്ച ഒമ്പരക്ക് പോയ ആളുകളെ കൊണ്ട് പടുത്ത് സുലുക്കിൽ വന്ന ആളുകളെ കൊണ്ട് സംസാരിച്ചു. അവർക്കൊക്കെ എത്ര മാത്രമാണ് ഷേഖുനാനെ പറ്റി, ഷേഖുനാന്റെ സഹവാസത്തിനെ പറ്റി അവർക്ക് എടുത്തു പറയാനില്ല. ഇങ്ങനത്തെ ഒരു കാമിലായ ഷേഖിന്റെ ബന്ധമാണ് അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുണ്ട്. ആ ഹൗസുല്ലാദ് തന്നെയാണ് ഇത്. ഷാനി ഷേഖുനാഥങ്ങൾ എന്താണ് അത് ഹൗസുല്ലാദ് തന്നെയാണ്. ഹൗസുല്ലാദ് ഷേഖുനാഥങ്ങളെ പറ്റി പറഞ്ഞില്ലേ, ഇത് മുഹീദ്ദീൻ ഷേഖ് രണ്ടാമനാണെന്നറിയില്ലേ. നൂറുൽ മശായിഖ് റളിയല്ലാഹുവിനെ പറ്റി പറഞ്ഞില്ലേ, നൂറുൽ മശായിഖ് രണ്ടാമനാണ്, നൂറുല്ലാഹി രണ്ടാമനാണ്. അവരുടെ സിൽസിലയുടെ പ്രവർത്തനം എത്ര മാത്രമാണ് വിശാലമായിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ എന്തുണ്ട്, അവരോട് നല്ല അഖീദ, അവരോട് നല്ല മഹബ്ബത്ത്, അവരോട് സഹവസിക്കണം. എല്ലാത്തിൽ നിന്നും മുറിഞ്ഞ് അവരോട് സഹവസിക്കുന്ന ഒരവസ്ഥ നമ്മുടെ മാഹുലിലേക്ക് ചുറ്റുപാടിലേക്ക് നോക്കാണ്ട് അവരോട് അടുക്കാനും അവരോട് സഹവസിക്കാനും നമ്മൾ നീക്കഴിഞ്ഞത് പുണ്യം പോക്കുക എല്ലാ ഉയർത്തികളും നമ്മൾക്കുണ്ട്. അവരുടെ സഹവാസത്തിലൂടെ അവരുടെ നോട്ടത്തിലൂടെ എത്തരത്തിൽ അവർ ചെറിയ കുട്ടിയാവും. ഷേഖുനാഥങ്ങൾ ചെറിയ കുട്ടിയാവുമ്പോ ഷേഖുനാഥങ്ങളെ കൂടെ ഇവിടേക്ക് ഭാരപ്പുറത്തേക്കില്ല, ഭാരപ്പുറത്തേക്കാണോ ചവക്കടുക്കാണോ അഭിലാഷ അവരെ പരിപാടിക്കാണ് വരുന്നത്. ഏതായാലും എന്ത് ചെയ്തു, നമ്മളിവിടെ നമ്മുടെ ജീവിന്റെ വീട്ടില് എന്താ ആ ഒരു ഷേഖുനാഥ് ഭക്ഷണം ഉണ്ടാകും, അവിടെ ഭക്ഷണം ചെയ്യുക. അങ്ങനെ ഷേഖിന അവിടെ വന്നു. ഷേഖിന വന്നപ്പോ അവിടെ നജീബ് ഒരു കുട്ടിയോട് പറഞ്ഞു, കുട്ടിയാകെ ഏറ്റവും മോശമായ അവസ്ഥ ഒരു മുടിയും ഓന്റെ ശരീരപ്രകൃതി ഒരു വസ്ത്രധാരി കണ്ടെന്ന് അറക്കിന പെറുക്കിന അവസ്ഥയിലുള്ള ഒരു കുട്ടിയാണ്. അതിന്റെ ആ കുട്ടിയോട് പറഞ്ഞു. അപ്പൊ വന്നോ മോഹപ്പെട്ടു, അല്ല നല്ല ഭക്ഷണമുണ്ട്, നല്ല വാശിപ്പണ ഫുഡുണ്ട്, അത് കഴിച്ചിട്ട് പോകാം. അതെന്തായി ഷേഖുന അങ്ങനെ അകത്തുനിന്ന് ഇങ്ങനെ വേണ്ടിയിട്ട് വല്ലോരെ വസ്തൂരെ നോക്കോവിൽ വേണ്ടിയേ വെള്ളം ദീനയാക്കുന്നതാന്നില്ലേ അവിടുത്തെ പേരെ കുട്ടിയില്ലേ. ഷേഖുനെ പുറത്ത് ഇങ്ങനെ വന്നപ്പോൾ ഷേഖുനെ വരെ ഒന്ന് നോക്കി.
ശേഖനാന്റെ ഒറ്റ നോട്ടം. ഞാൻ ചെറിയ കുട്ടി നമ്മളാണ് വിശാലായതിന്റെ ഒരു 5-6 കൊല്ലം മുമ്പാണെന്നാണ് തോന്നുന്നത്. എന്ത് ചെയ്തു ഇവന് അങ്ങനെ പോയി. അതിനെന്ത് ചെയ്തു ശേഖനാനാ നോട്ടം ഓൻ്റെ ഈ വസ്ത്രങ്ങളൊക്കെ മാറ്റി ഇതെല്ലാം മാറ്റി മുടിയൊക്കെ ഒന്നായിട്ട് തൂങ്ങിയ മുടിയൊക്കെ വെട്ടി ശരിയാക്കി നല്ല വൃത്തിയിലാക്കി താടിയൊക്കെ നന്നാക്കി ശരിയാക്കി ജമാലുല്ലാഹ് ഷഹ്മുത്താന്റെ ആ ഉർസിന്റെ പരിപാടിക്ക് അന്നത്താൻ ചെയ്തു ഷേഖുനാഥങ്ങളുമായിട്ട് വൈദ്യത്തിയത് അവന് നല്ല ഉഷാറായ ഒരു കുട്ടിയായി. പിന്നെ നമ്മുടെ ഒരു ഖലീഫിന്റെ മോളിനെ പിന്നാണ് തന്റെ ഇടയ്ക്ക് അതാണ് അവര് നോട്ടം കിട്ടി കഴിഞ്ഞാണ്ട് അവര് മോമിന്റെ നോട്ടത്തിനെ നീ സൂചിച്ചവർ അള്ളാന്റെ കൊണ്ട് നോക്കുന്നവരാണ്. നമ്മളെ ദുൽബത്തിന്റെ ജമാലുല്ലാഹ് പൂത്തിന്റെ കണ്ണുകൊണ്ട് നോക്കുന്നതല്ല, അള്ളാന്റെ കൊണ്ട് നോക്കുന്നുണ്ടോ? ആ നൂറ് ഇവന്റെ കൽബിലേക്ക് തറച്ചു കയറും, ഇവന്റെ ഉള്ളിൽ കുറ്റബോധം വരും, ഇവന് കേരപ്പാട് വരും. അള്ളാഹുവിനോടല്ലേ ആ നോട്ടത്തിലൂടെ അള്ളാഹുവിനോടും അള്ളാന്റെ ഹബീബിനോടും അള്ളാന്റെ ഉടിയാക്കളോടും അവന്റെ ദീനോടെ മുഹബ്ബത്ത് അവന്റെ ഉള്ളിൽ അള്ളാഹു തആല തുറന്നു. അവരെ നോട്ടത്തിൽ പെട്ടിരിക്കുകയാണ്. അവ നമ്മൾ സ്വയം അവരെ മുന്നിലാവുകയും നമ്മുടെ ഭാര്യ മക്കളെ നമ്മുടെ കുടുംബങ്ങളൊക്കെ അവരെ മുന്നിൽ കുർബാനാക്കുകയും നമ്മളോട് ബന്ധപ്പെട്ട് നമ്മുടെ സുഹൃത്തുക്കൾ ഇങ്ങനെ സന്ദർഭങ്ങൾ ഷേഖുനാന്റെ നോട്ട് കിട്ടുകയാണ്. നമ്മൾ നോക്കണമായിരിക്കല്ല, അവര് നോക്കിക്കഴിഞ്ഞുണ്ട് ഇവന്റെ കൽബിന് പരിവർത്തനം ഉണ്ടാവും. ആളെ ഷേഖുനവിടെ വരികയാണ്, ആളെ ഷേഖുനവിടെ വരികയാണ്. ഷേഖുനായ ആ മുന്നിലേക്ക് നമ്മൾ സ്വയം അർപ്പിക്കാർപ്പിതമാകുന്നത് പോലെ നമ്മളോട് ബന്ധപ്പെട്ടവരെയും അവരെ മുന്നിൽ കൊണ്ടുവന്ന് അവരെ നോട്ടത്തിന് ഒന്ന് പെടാൻ വേണ്ടി നമ്മൾ അവരൊക്കെ നമ്മുടെ സുഹൃത്തുക്കളേക്ക് സദസ്സിലേക്ക് കൊണ്ടുവന്നാതിന് നമ്മൾ അവരെ മേൽ എത്ര അധ്വാനിച്ചാലും കിട്ടാത്ത ഒരു അനുഭവമായിരിക്കും അവർക്കുണ്ടാകും. ഓരോരുത്തരും അത് സ്കൂലായിക്കൊണ്ട് ഇവിടെ അവരെ വരവും പരിപാടികളൊക്കെ നമ്മുടെ മശായിഖന്മാര് കാണിച്ചു തന്നെ ആ സുന്നത്തനുസരിച്ച് ഈ ഉസ്താദിന്റെ ആ ഇഖ്ലാസിന്റെ ഇത് കാരണം അല്ലാഹു തആല ഈ പ്രാവശ്യം വന്നപ്പോ എത്രമാത്രമാണ് ആ സഹാബത്തിന്റെ ആ മസാറിന്റെ അടുത്ത് വന്നു സംസാരിച്ചപ്പോ സാധാരണ എല്ലാ സ്ഥലത്തും സംസാരിക്കുന്നതിലേറെ പ്രത്യേകമായിട്ട് നമ്മുടെ കൽബിലേക്ക് ആഞ്ഞടിക്കുന്ന ക്രമത്തിലെ ഇർശാദാത്തികളല്ലേ അവിടുത്തെ കുടുംബീയത്തല്ലേ അവിടെ വെച്ചിട്ട് നടന്നത്. അതും ഇന്നും ഓരോരുത്തരെ മനസ്സിലുണ്ടാവുമല്ലോ. ഇതുപോലെ അവിടെ വെച്ചിട്ടാ നടക്കുന്ന പരിപാടി എന്തുണ്ട്, അവരവരുടെ നാട് വീട് കുടുംബം എല്ലാം ഉപേക്ഷിച്ചാണ് പിന്നതായിരിക്കുന്ന സാറത് സംസാരിച്ചു പറഞ്ഞില്ലേ ഒരു ലക്ഷത്തിൽ പരം സഹാബത്തുണ്ടായിട്ട് ആകെ മക്കാ മുക്കറമയിലും മദീന മുനവ്വറയിലും അടങ്ങിയത് അവിടെ അടങ്ങിയത് 12,000 സഹാബത്താണ്. ബാക്കി ലക്ഷക്കണക്കായ സഹാബത്തൊക്കെ വിദേശത്താണ്. അവര് അള്ളാഹുവിലേക്ക് വാസിലായിട്ടുള്ളത്. അവര് ദീന്റെ പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങി അങ്ങനെ വന്നവരാണ് ഇവര്, ഈ മഹന്മാര്. അവരൊക്കെ ആ മുന്നിൽ വെച്ചിട്ട് നമ്മളെ ശിവനാന്റെ ഇർശാദാത്തുകള് അത് അവരെ ഇർശാദാത്താണ്. അത് അല്ലാണ്ട് ഈ ദീനൊക്കെ പറയുന്നേ കേൾക്കുന്നേ അല്ലെങ്കിൽ അങ്ങനത്തെ ബയാനുകളോ പ്രസംഗങ്ങളോ അല്ല. ഇതിനോരാളുള്ളതായിരിക്കുന്ന പരിപാടികൾ എന്നുണ്ട്. അത് ആ മഹാന്മാരായ സഹാബത്തിന്റെ ആ കൽബിന്റെ അവസ്ഥ സഹാബത്ത് പകർന്നിട്ട് ആ കൽബിന്റെ അവസ്ഥ അവിടുത്തെ റൂഹിന്റെ അവസ്ഥ അങ്ങനെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്തഫ ഹാസികൾ നെഞ്ഞ് പകർന്നു കൊണ്ടതായിരിക്കുന്ന ആ ഇതാണ് ഹാസികളുടെ നമ്മൾ കെട്ടുകൊണ്ടിരിക്കുന്നത്. അവ ശൈഖുനാ തങ്ങള് അവിടെ വരുമ്പോ അവിടുത്തെ ആ ഇർശാദാത്തിന് നമ്മളെല്ലാവരും ഉസാറാണെന്നല്ല പറയുന്നത്. ഉസാറായി കൊണ്ട് അവിടുത്തെ മുന്നിൽ ഇരിക്കുമെന്നുണ്ട്
നമ്മളെ ഉള്ളിൽ മാറ്റങ്ങൾ ഉണ്ടാകും. അവര് നോട്ടം കിട്ടിക്കഴിഞ്ഞ് അവരില്ലേ എന്ന് പറയും, എന്നെ നോക്കി പറയണം, എന്നെ നോക്കി പറയണം, എന്നെ നോക്കി. അങ്ങനെ എത്ര ലക്ഷം ആളുകളുണ്ടെന്നോ അവർക്ക് തിന്നാവായ സമ്മേളനമാണ് പറഞ്ഞത്. അപ്പോ നമ്മള് പിന്നെ അമീനൂരിന്റെ പരിപാടിക്ക് വരുമ്പോഴൊക്കെ നമ്മള് എല്ലാ വർഷവും ഷെയ്ഖിനെ കാണാൻ വരും. അങ്ങനെ പൈസ എന്തെങ്കിലും ചില്ലറ പൈസയൊക്കെ പരിപാടിക്ക് കൊടുക്കുമ്പോൾ ഷെയ്ഖിനെ കൈ പിടിക്കലും ഒക്കെ ഉണ്ട്. കാണുന്നില്ല, അന്തരങ്ങളൊക്കെ ഉണ്ട്. മയ്യത്തിന് ശേഷം എനിക്ക് വല്ലാത്ത ഷോക്ക്. അവൻ എന്ത് ചെയ്തു? തിന്നാവായ ഓട്ട് പോയത് ചെക്കന 25 വയസ്സായിട്ടുണ്ടാവും. 25-28 അടിയിലെ വയസ്സുണ്ടാവും. എന്ത് ചെയ്തു? ഞാൻ ഇച്ചിരി കൺഫ്യൂസ് ആയിട്ട് അങ്ങനെ ഷെയ്ഖിനെ എടുക്കുന്ന ഷെയ്ഖിനി ബാപ്പയ്ക്ക് തങ്ങളും മുക്കാതെ എല്ലാവരും ഉണ്ടല്ലോ, എല്ലാ മഹന്മാരുണ്ടല്ലോ, ഓരൊക്കെ പണ്ഡിതന്മാരൊക്കെ ഷെയ്ഖുമൊക്കെ. ഞാനിങ്ങനെ മാലിക ഞാനല്ല, ഞങ്ങൾക്കറിയില്ല. ഞാൻ വളരെ ലൈഫാണ്. ഈ കൂട്ടത്തിൽ അത്ര ലൈഫില്ല ഒരു മന്ദന. അങ്ങനത്തെ ഞാനാണ് എന്ത് ചെയ്താൽ അങ്ങനെ സ്റ്റേജുമൊക്കെ എന്ത് ചെയ്തു? വേറെ പറയണ്ട. അപ്പൊ ഷേബിന് എങ്ങനെ വെള്ളോണ്ട് ഇംഗ്ലീഷാണ് മുന്നിൽ. അപ്പൊ എന്തത് നമ്മളെ സിൽസിന്റെ പയ്യ പ്രസിഡന്റ് കോരങ്ങത്തപ്പള്ളിയിലെ അബൂക്കറാജി മഹാനഗരികൾ അവരെ വലിയ നിറഞ്ഞ് മണമ നിറഞ്ഞ സദസ്സല്ലേ. ഇങ്ങനെ കാട്ടിയവർക്ക് എന്തായി? അബൂക്കറാജി ഇങ്ങനെ വന്ന് സ്റ്റേജിൽ കിട്ടി. അപ്പൊ അവർക്ക് എന്തില്ല, അവരുടെ നോട്ടത്തിന് അടുപ്പ് വകച്ചില്ല. അതാണ് അവരുടെ നോട്ടത്തിന്റെ പോൾ. നമ്മൾ നോക്കിയെന്തോ നമ്മൾ നോക്കിയപ്പോ കാണില്ല, തെറ്റില്ല ഇതില്. അപ്പൊ അങ്ങനത്തെ നോട്ടം ഏത് എടുത്താണെങ്കിൽ അവരെന്ത് ചെയ്യും? അവർ നോക്കിയിട്ടുണ്ടെങ്കിൽ അള്ളാന്റെ നൂറ് കൊണ്ട്, അള്ളാന്റെ ആ നൂറിന്റെ ഫൈലാ കൊണ്ട് നോക്കുകയും കേൾക്കുകയും സംസാരിക്കുകയും ചലിക്കുകയും എന്നവരല്ലേ അള്ളാന്റെ ഔലിയാക്കൾ. അവർ സ്വയത്തിന് പാനിയാക്കി അക്കിയെത്തിച്ചവരല്ല അള്ളാന്റെ ഔലിയാക്കൾ. അങ്ങനെ അത്തരം ദൂരമുള്ള ആളെന്ത് സ്റ്റേജ് വെക്കണം മതി. ഇതാണ് അവരെ നോട്ടം. നമ്മളിപ്പോ ഈ മുന്നിലിരിക്കുന്ന ആളുകളെ കാണുള്ളൂ, അങ്ങനെയില്ല. എത്രയാകലല്ല. ഇത് വല്ലാത്ത കാഴ്ചന്റെ സാധന. അത് വല്ലാത്ത കാഴ്ചയുടെ ശേഷാണ്. അതല്ല, അത് എല്ലാ പൗരോടും കൂടിയില്ല അവസ്ഥയിലാണ് ഇത് ശുദ്ധനാഥങ്ങള് അവരെ വളർത്തി ഈ നമ്മൾക്ക് അനുഗ്രഹിച്ചത്. അപ്പൊ എന്ത് പറഞ്ഞത്? അവരവിടെ പിന്നെ ഞാനിങ്ങനെ ചിന്തിക്കുന്നത് ഷെയ്ഖാന്റെ പിന്നാപക്തി എന്തെങ്കിലും ഷെയ്ഖാന് ആകെ സിനിമയായിരുന്നു സ്കെച്ചാണ്. ഷെയ്ഖാനെ കജ്ജൊന്ന് പിടിച്ച് മുത്താൻ വേണ്ടിയിട്ടാ ചെയ്യണം. ഞാനും പിന്നെ ഈ കണ്ണുകൊണ്ട് ഷെയ്ഖാനാണ്. ഈ കണ്ണ് ഈ ഷെയ്ഖാനെ മുന്നിൽ ഇരിക്കുകയാണ്. ഇവരൊക്കെ മഹന്മാരൊക്കെ മുന്നിൽ അവൻ ഷെയ്ഖാനെ പിന്നെ എന്താണ് ഷെയ്ഖാനെ കയ്യുണ്ടോ? ഷെയ്ഖാനെ കയ്യിൽ നല്ലോണം മുത്തി. അങ്ങനെ പിന്നെ സ്റ്റേജുമെന്നായിരുന്നു. അത് 72 തിന്നാവായ ഓട്ടെ. അവന്റെ പറഞ്ഞത് അവരെന്തല്ല, അവര് നമ്മൾ നോക്കണമായിരിക്കല്ലോ നോക്കുക. അവരല്ലാതെ കൊണ്ട് നോക്കുന്നവരാണ്. അവരെ മുന്നിരിക്കാനും അവങ്ങനെ ബാവുത്തല നമ്മളെയാണല്ലോ തെരഞ്ഞെടുത്തത്. എത്രത്തെ ഉന്നതരായിരിക്കുന്ന ആളുകളാണ് തങ്ങളവരെ കൊണ്ടുവന്നത്. അവരെ കൊണ്ടെടുക്കാനും അവരെ ആദരിക്കാനും അവരെ ഹിദ്മത്ത് ചെയ്യാനും അവരെ മുന്നിലിരിക്കാനും ഈ ദോഷികളും ഭാവികളായ കൊള്ളില്ലാത്തവരായ നമ്മളെല്ലാവട്ടെ തെരഞ്ഞെടുത്തത് പതിലല്ലേ, അല്ലാതെ തൗഫീഖല്ലേ. ഇതിന് നമ്മളത് തെരഞ്ഞെടുത്ത് എന്ത് ഇവരെ മുന്നിരിക്കാതെ അവരെ തെരഞ്ഞെടുത്തിന് നമ്മള് 24 മണിക്കൂർ സുജൂദേക്കറിനാക്ക് ശുക്ർ ചെയ്താലും മതിയാവൂല. അത്ര വലിയ നിയമത്തുകളെ കൊണ്ടാണ് അല്ലാഹുത്താല നമ്മൾ അനുഗ്രഹിച്ചിട്ടുള്ളത്. അവര് നോട്ടം കിട്ടാനാണ് നേടിയതാണ്. നമ്മൾ അങ്ങോട്ട് നോക്കണിയിലേറെ എത്രയോ 10 മടങ്ങി എത്തി സ്ഥാനമുള്ളതാണ്. അവരുടെ നോട്ടം നമ്മളിലേക്ക് കിട്ടുക. അവർക്ക് അഹമ്മദാജിന്റെ ദിവസമാണ് അങ്ങോട്ടിയിലെ അഹമ്മദാജിന് വേണ്ടി ഒരുപാട് അവരെ വിശാലായ ദിവസമാണ്. നേരത്തെ നമ്മള് സാധിച്ചു പറഞ്ഞു. അപ്പോ അഹമ്മദാജി ഉസ്താദ് നമ്മൾ ഉസ്താദ് പഴയ
റമദാന്റെ 14 പാർട്ടി. അപ്പോ നമ്മൾ പോയാൽ നിൽക്കില്ലല്ലോ. നമ്മൾ ചെന്ന് അവിടെ ട്രെയിനാണ്, ഫ്ലൈറ്റ് അല്ല, ട്രെയിന് പോയി 4 മണി ഒക്കെ ആകുമ്പോൾ അവിടെ എത്താം. ഷേഖിനെ ആ ഭക്ഷണം കഴിക്കുമ്പോഴേ കാണുള്ളൂ. പിന്നെ ആവിഷ്കരിക്കാനൊക്കെ ഷേഖിന് വരുമ്പോൾ ആവിഷ്കാരം കഴിഞ്ഞ് പിന്നെ ഷേഖിനെ ബയാനുണ്ടാവും. അങ്ങനെ പിറ്റേന്ന് പോലും അത്രേ ഉണ്ടാവുള്ളൂ. അതിനെന്ത് ചെയ്തു? പിറ്റേന്ന് പോകും. പിന്നെ പരിപാടിയാണ് പോയത് മുതലായി. ഹൈദരാബാദിക്ക് 14 പാർട്ടിക്ക് സ്ഥാനാരെ കൂടെ പോയത് മുതലായി. എന്നിട്ട് പറഞ്ഞു ഷേഖിനെ മുഖത്തോട്ട് ശ്രമിച്ചു. ഷേഖിനെ മുഖത്ത് പോയി ഇതെന്തായി? മഹമ്മൂദാജി വല്ലാത്ത കൊശിയായി. ഇവരെന്താണ് അവരെ നമ്മളേക്ക് നോക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ കിട്ടലാണ്. അങ്ങനത്തെ എത്ര നോട്ടമാണ് നമ്മൾ കിട്ടിയിട്ടുള്ളത്. ഓരോരുത്തർക്കറിയില്ലേ? വലിയ ശേഖന്മാരൊക്കെ ഇന്നലെ ശേഖനാഥങ്ങളുടെ എത്ര നോട്ടമാണ് നമ്മൾ കിട്ടിയിട്ടുള്ളത്. അവരെ സ്നേഹം എത്രമാത്രം നമ്മളിലുണ്ട്. അവർ പറഞ്ഞില്ലേ, ഞങ്ങളെ ഞങ്ങളായിട്ടെടുത്തിട്ടുണ്ട്, ഞങ്ങളാളായിട്ടെടുത്തിട്ടുണ്ട്. ഞങ്ങളെ നിങ്ങളാളായിട്ടെടുത്തിട്ടുണ്ടോ? തങ്ങളെ പറഞ്ഞു വാക്കാം. ഞങ്ങളാളായിട്ടെടുത്തിട്ടുണ്ട്, നിങ്ങളാളായിട്ടെടുത്തിട്ടുണ്ടോ? എന്ത് ചോദ്യമാണ്? അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ തന്നകളത്ത് വല്ലതും ഉണ്ടെന്നായിരുന്നു അതതിന്റെ അർത്ഥം. അല്ലാണ്ട് എന്തെങ്കിലും നാലങ്കാര്യം പ്രയോഗത്തിൽ പറഞ്ഞല്ല. എന്നിട്ട് ഞങ്ങളാളായിട്ടുണ്ട്, നിങ്ങളാളായിട്ടുണ്ട്. നമ്മൾ തന്ന മുതൽ നിങ്ങളെ കൽബിലുണ്ടോ? നമ്മൾ തന്ന ദിക്ർ നിങ്ങളെ ഉള്ളിലുണ്ടോ? നിങ്ങൾ തന്ന തവജ്ജുഹ് നിങ്ങളെ ഉള്ളിലുണ്ടോ? നമ്മൾ തന്നെ ഇസ്മിയായ ദിക്ർ നിങ്ങളെ ഉള്ളിലുണ്ടോ? നമ്മൾ തന്നെ ഫീലിയായ ദിക്ർ നിങ്ങളെ ഉള്ളിലുണ്ടോ? നമ്മൾ തന്ന ഉസ്മിയായ ദിക്ർ നിങ്ങളെ ഉള്ളിലുണ്ടോ? നമ്മൾ തന്ന ദാത്തിയായ ദിക്ർ നിങ്ങളിലുണ്ടോ? നമ്മൾ തന്ന എന്തെങ്കിലും ഒന്ന് നിങ്ങൾ അമൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ? അതാണ് നിങ്ങളാളായിട്ട് എടുത്തിട്ടുള്ളത്. ആ ചോദ്യത്തിന്റെ അർത്ഥം. അപ്പോ അവര് ഏതായാലും അങ്ങനത്തെ വാക്ക് അവരുടെ വായുടെ പേരക്കുട്ടിന്റെ വായുടെ അള്ളാഹു തആല പറയിപ്പിച്ചത് അവന്റെ നാക്ക് ശൈഖുന തങ്ങളുടെ ആ നൂറാനിയത്തായ നാക്കിലൂടെ അള്ളാഹുവിന്റെ കലാമല്ലേ അവരുടെ വെളിപ്പെടുത്തി അള്ളാഹു തആല പറയിപ്പിച്ചത്. ഇതൊക്കെ അള്ളാഹു തആല നമ്മളെ തെരഞ്ഞെടുത്തു എന്നുള്ളത് ഈ മഹാന്മാരുടെ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലെ അള്ളാഹു തആല നമുക്ക് നൽകിയത്. അപ്പൊ എപ്പോഴും ഇതിന്റെ ശാഖന്മാരുടെ ബന്ധത്തിന്റെ ഏതെങ്കിലും ഒരു ദിക്കിൽ നമ്മൾ ചൂടായിട്ട് ഒപ്പലത്തിന്റെ പേരിൽ വളരെ എന്നോട് ശ്രദ്ധിക്കണം. എപ്പോഴും പറയണം ദിക്കിലേക്ക് ശ്രദ്ധിക്കണം, ദിക്കിലേക്ക് ശ്രദ്ധിച്ചില്ല നിൽക്കുമ്പോക്കെ ഇന്നാ ശേഖന അവിടത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കാം. അങ്ങനെ നമ്മുടെ ഉള്ളിൽ എപ്പോഴും അല്ലാഹു അല്ലാഹ് അല്ലാഹു അല്ലാഹ് എന്ന ദിക്റിലാണ്. അതോടുകൂടി എന്തായിരിക്കണം? അവരിൽ നിന്ന് ഇൽമിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ആ തവജ്ജുഹ് വാക്കിലായിട്ടായിരിക്കണം. എന്റെ അക്കിനെ കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്, അക്കിനെ കൊണ്ടാണ് അറിയുന്നത്, അക്കിനെ കൊണ്ടാണ് കേൾക്കുന്നത്, അക്കിനെ കൊണ്ടാണ് സംസാരിക്കുന്നത്, അക്കിനെ കൊണ്ടാണ് കാണുന്നത്, അക്കിനെ കൊണ്ടാണ് എല്ലാം ആയിട്ടുള്ളത്. ആ ഇൽമല്ലേ ഇവര് നമ്മൾക്ക് നൽകിയിട്ടുള്ളത്. നമ്മളെ സ്വയത്തിനെ സ്വാരിയാക്കി അക്കിനെ എത്തിക്കേണ്ട അറിവുകളല്ലേ അവർ നമ്മൾക്ക് നൽകിയിട്ടുണ്ട്. അതിലൂടെ മുന്നേറി സുലൂക്ക് ചെയ്യേണ്ടവരല്ലേ നമ്മൾ. ഒപ്പരത്തരം വരികയെന്നുള്ളത് ഒരു സാധിക്കാൻ നമ്മൾക്കൊണ്ടും എത്ര അവളെ കാക്കട്ടെ. ഒപ്പരത്തരം വരുന്നത് തൊട്ട് അല്ലാതെ കാക്കട്ടെ. അള്ളാഹുവിന്റെ നിക്കറും ഈ തവജ്ജുഹ് സദാ അള്ളാഹുത്തെ നമുക്ക് നൽകട്ടെ. അപ്പൊ പ്രത്യേകിച്ച് നമ്മൾ റഹ്മാന്റെ വരവിന് നമ്മുടെ വീട്ടില് കല്യാണമാണ്. ആളെ പുതിയാപ്പള ഉണ്ട്. നാളെ കല്യാണം. ആ പുതിയാപ്പളുടെ ഉള്ളിൽ എന്തൊരാനന്ദമായിരിക്കും. പുതിയാപ്പളുടെ ഉള്ളിൽ എന്തൊരാനന്ദമായിരിക്കും. പുതിയാപ്പക്ക് അവിടെ കിടന്ന ഉറക്കിരുവോ?
കുട്ടിയന്നിന്റെ ഉള്ളിൽ എന്തൊരു ആനന്ദമായിരിക്കും. അവൾ കിടന്നോ ഉറക്കിയോ? നാളെ തന്റെ ഭർത്താവുമായി തെളിഞ്ഞിച്ചേരുന്ന ദിവസമാണ്. രാവിലെ എന്റെ മഹബൂബയുമായി തെളിഞ്ഞിച്ചേരുന്ന ദിവസമാണ്. അത് ഓർത്തിട്ട് അവന് കുറയ്ക്ക് വരുമോ, അവൾ കുറയ്ക്ക് വരുമോ? ഇതാ ശൈഖുന തങ്ങള് നാളെ നമ്മളെ മുന്നിലേക്ക് വരികയാണ്. ഭാര്യന്റെയോ ഭർത്താവിന്റെയോ മറ്റു വല്ല സൃഷ്ടികളെ ബന്ധമല്ല, അവരാ ഖുർആനിയത്തായ നോട്ടം കൊണ്ട് നമ്മളിലേക്ക് നോക്കുമ്പോ എന്തൊരു മാറ്റമാണ് ഉണ്ടാകുക. അവരുടെ ആ നോട്ടം കിട്ടുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അമൂല്യമായ അതിന്റെ ആനന്ദത്തിലും അതിന്റെ കൊതിയിലും അതിലായിരിക്കണം, അതിന്റെ മസ്തിലായിരിക്കണം. വരവിലെ പ്രതീക്ഷയും അതിന്റെ മസ്തില് അതിന്റെ ലഹരിയിലായിരിക്കണം നമ്മളിവിടെ ഇരിക്കേണ്ടത്. നമ്മളിങ്ങനെ ഒട്ടം തൂങ്ങി ക്ഷീണിച്ച് മടി മിശ്രോട് നിന്റെ ഒപ്പം പോയി നിന്റെ ഇതൊക്കെയറിയാം. അവളിവിടെ ഇവിടെ ഇരിക്കണം, അങ്ങോട്ട് ഇങ്ങോട്ടും ഇതാകുന്നത് എന്തിനാ? അവ അങ്ങനെയില്ല, ഇവരെ മുമ്പിൽ കിട്ടിയിരുന്നല്ലേ എല്ലാം പമ്പാടും. ആഴ്ചക്കണക്കിൽ ഉറപ്പിട്ടില്ലെങ്കിണ്ടാവും. ഇവര് വരുന്നുണ്ടല്ലോ, കൊതി നമ്മളെ ഉള്ളിൽ വന്നു കഴിഞ്ഞായിരുന്നു ഉറക്കി വരൂല. ഉറങ്ങണ്ടെന്നല്ല പറയുന്നത്. നമുക്കൊരു ക്ഷീണോ വഴിയും ഉണ്ടാവില്ല. അവരെ വരവിനെയും പ്രതീക്ഷിച്ചുകൊണ്ടില്ലേ അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട്. അറിയില്ലേ, അല്ലാതെ ആളുകൾ കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞു എന്താണ് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു അവര് 4 പ്രധാനികളായ ഖലീഫമാർ അവരോട് നിങ്ങൾ എവിടെയെന്ന് ജമാഅക്കൂല. അവർ പറഞ്ഞു ഞാൻ ബൈത്തുൽ മുഖദ്ദസ്. മറ്റേത് പറഞ്ഞു ഞാൻ മദീന മുനവ്വറ. മറ്റാൾ പറഞ്ഞു ഞാൻ മക്ക മുക്കറമ. നാലാമത്തെ ആള് പറഞ്ഞു ഞാൻ ഷേഖിന്റെ കൂടെ ജമാഅക്കൂല. അപ്പോ ഷേഖ് പറഞ്ഞു ഇവനാണ് ആൺകുട്ടി, ഇവനാണ് തൻ്റോടമുള്ളവൻ. ഷേഖിന്റെ കൂടെ കൂടുന്നവനാണ് തൻ്റോടമുള്ളല്ലേ, അവന് തൻ്റോടമുള്ളതെന്ന അവരെ കൂടെ അയക്കിട്ട, അവരെ നോട്ടത്തിൽ അയക്കിട്ടാണെന്നെ അത് നമ്മളെല്ല. അതാണ് അതിലെ ഷേഖിന് ഒരു സ്ഥലത്ത് വന്ന ബഹുമാനപ്പെട്ട നൂറുല്ലാഹി ഷേഖുന തങ്ങൾ ഒരു സ്ഥലത്ത് വന്നെ കണ്ണൂരാണെങ്കിലും ആലപ്പുഴയാണെങ്കിലും ഏത് ഭാഗത്താണ് എന്നതിന്റെ വിളക്കത്തെ പാറ്റകള് വിളക്കിലേക്ക് അടുക്കുന്നത് പോലെ ഉലപ്പാക്കളും മുരീതന്മാരും പറന്നെത്തുന്നുണ്ട്. അത് നമ്മളതെല്ലാവരുടെ ഖുർആനിയത്തിന്റെ നോട്ടം കൊണ്ടല്ല പൈലാണ്. ഇരുമ്പും കാന്തം വരുന്നുണ്ട്. ഈ കാന്തത്തിന്റെ ഇത് പ്രതിലായിരിക്കുന്ന അതിലേക്ക് ആ ഇരുമ്പ് എത്രമാത്രം വലിഞ്ഞു വരുന്നുണ്ടോ അവരിലേക്ക് ഈ ഈമാനുള്ള ആളുകൾ ഇങ്ങോട്ട് അടുത്ത് വരുന്നതായിരിക്കുന്ന അവർക്ക് നമ്മൾ കണ്ടുകൊണ്ടേ. അവർ കണ്ണൂരാണെങ്കിലും ആലപ്പുഴയാണെങ്കിലും ഈരാറ്റുപേറ്റാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ അവർക്ക് അകർച്ചല്ല. എങ്ങനെ അവിടേക്ക് അവിടെ പാരിപ്പറമ്പത്തിനും. അപ്പൊ ഇൻഷാ അല്ലാഹ് നാളെ കാണാൻ പറ്റും. എവിടുന്നൊക്കെയുള്ള ആളുകൾ ഷെയ്ഖുനാനൊന്ന് കാണാൻ വേണ്ടി ഷെയ്ഖുനാനൊന്ന് സാറുന്നതാ. ഷെയ്ഖുനാന്റെ ബയാറ് കഴിഞ്ഞ ആൾക്കാർ ഷെയ്ഖുനാന്റെ കൈയൊന്ന് മുട്ടാൻ തീരുമാനമില്ല. ആ സദസ്സിൽ തന്നെ സാധാരണക്കാരായ ആളുകൾ എത്രയാണ് അവിടെ വന്ന് ഷെയ്ഖുനാന്റെ കൈയൊന്ന് മുട്ടുന്നത്. അപ്പൊ അక్కడ ഒരുപാട് കോലാഹലങ്ങൾ നടന്ന സ്ഥലമാണ് നമ്മളവിടെയൊക്കെ. ഏത് സംസാരങ്ങൾക്കുള്ളതാണ് അവിടെ കേക്കരനാടിന്റെ വലിയ ആള് നാടല്ലേ. എതിർപ്പ് വന്ന സമയത്ത് അവിടെ ആ കത്ത് വന്നത് ഇങ്ങനെ മുസാഫർ കത്ത് വന്നത് അങ്ങനെയല്ലോ. ഇരിങ്ങാട്ടിൽ നിന്നും മാമ്പയിൽ നിന്നും കരുവാരകുണ്ടിൽ നിന്നും പിന്നെ കൊട്ടിയാറില്ല നമ്മുടെ വയലുണ്ട്. ഈ 4 വയലിൽ നിന്നാണ് കത്ത് വന്നത് ദരീക്കത്തിനെ പറ്റി. അപ്പൊ അങ്ങനത്തെ നാട്ടിലുള്ള ആളുകളാണ് ഷെയ്ഖുന. അപ്പൊ നമ്മുടെ വയലിൽ പുറത്താണ് മില്യന്മാരാക്കില്ലേ വയസ്സാകാവക്കരി ഇവിടെ കുറവാണ്. നമ്മളെ കുടിക്കുന്ന അവിടെ 2 പേരിക്കുന്ന വയലിൽ പൊട്ടിയാറ വയലിൽ ആളുകൾ അപ്പം ജുമയ്ക്ക് അങ്ങോട്ട് പോകാം. ഇവിടേക്ക് നമ്മൾ പൈസ. അപ്പൊ അങ്ങോട്ട് ജുമയ്ക്ക് വരും. ഷെയ്ഖുന ജുമ്മയെ കഴിഞ്ഞ ഈശോട് വലിയ ഷെയ്ഖുനാന്റെ കൈ പിടിച്ച് മുട്ടി ഷെയ്ഖുനാനെ ദുആ ചെയ്യാൻ പറഞ്ഞു. പിന്നെന്താ ഏതാനും ജുമയ്ക്ക് വന്ന ആളുകളൊക്കെ ഷെയ്ഖുനാന്റെ കൈ പിടിച്ചു.
അപ്പൊ അവർക്ക് ഷെഹ്നാനോട് എന്തോ ചെയ്യാം, ഷെഹ്നാനോട് എന്തൊരു ആദരം. അവര് ചേർത്തിട്ട് അവരെന്താ ഇവര് കമാലല്ല, അവര് ചെല്ലിനാളെ കമാല, ഷെഹ്നാന്റെ കമാല അവിടെ കണ്ടത്. അവരൊക്കെ തെഞ്ഞല്ല എന്നെ കരുവാനുണ്ട് പറയും, അവിടെ ആരും വരുന്നില്ല, പിന്നെ വണ്ടി കയറുമ്പോൾ ആരും വരുന്നില്ല. അങ്ങനെ അവരൊക്കെ ഉണ്ടായി. മോനിയും വന്നു, പള്ളിന്റെ സെക്രട്ടറിയും പ്രസിഡന്റും അവരൊക്കെ വന്നു. ഈ കയ്യെ പിടിച്ച് കുട്ടികളൊക്കെ ഉണ്ടായി. നമ്മളെ ചെറുക്കം പിന്നെ അവിടെ ശരീരത്തിന്റെ ആഴ്ച അറിവാണ്. അപ്പൊ അങ്ങനത്തെ ഏതാനും ആളുകളൊക്കെ വന്ന് പരിപാടി കേൾക്കാൻ വേണ്ടി അവിടെ കരുവാണ്ടി നമ്മുടെ ശബരിനാഥ പരിപാടി. അതാണ് അവരൊന്ന് നോക്കുക, അവരൊന്ന് ചോദിക്കാം. നിനക്കെന്താ കിട്ടിയാൽ കിട്ടിത്തരുള്ളൂ. അപ്പൊ അതിനൊക്കെ എത്രത്തെ ആളുകളാ തിങ്ങി തിങ്ങി വരുന്നത്. ഷെയ്ഖുനാ തങ്ങളെ ഒക്കെ നല്ല ആഫിയത്തുള്ള ദീർഘായുസ്സ് അല്ലാഹു നൽകട്ടെ. ഷെയ്ഖുനാ തങ്ങള് അവിടെ ഗുരിയാബാദിൽ സംസാരിച്ചൊക്കെ വേണ്ടിയില്ലേ, ഷെയ്ഖുനാ തങ്ങൾക്ക് നിന്ന് സംസാരിക്കാനൊക്കെ വളരെ പ്രയാസം. അവനെ ഇരുന്നത് വെറും വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടില്ലേ. നല്ല ആഫിയത്തുള്ള ദീർഘായുസ്സ് അല്ലാഹു നൽകട്ടെ. ഇല്ലേ അല്ലാഹു തആലയല്ലേ കൊണ്ടുനടക്കണേ. അല്ലാഹു എല്ലാ നിലക്കുള്ള നമ്മൾക്ക് വേണ്ടി എല്ലാ ആഫിയത്തും ദീർഘായുസ്സും ഷെയ്ഖുനാ തങ്ങൾക്ക് നൽകട്ടെ. അവരുടെ എല്ലാ നിലക്കും സിൽസില ഉയർത്തിപ്പിടിച്ച് കൊണ്ടുപോകാതെ എല്ലാ തൗഫീഖും നല്ല മനസ്സിന് അല്ലാഹു തആല നമ്മൾക്കും പ്രദാനം ചെയ്യട്ടെ. അതുപോലെ ഷെയ്ഖുനാ തങ്ങളുടെ വരവും നമ്മളെ പരിപാടികളൊക്കെ അല്ലാഹു തആല ദീനിന്റെ നഹത്തിലാക്കി തരട്ടെ. ഇവരുടെ ഇഖ്ലാസുകളുണ്ട്, നമ്മൾക്കും അല്ലാഹു തആല ഇഖ്ലാസ് തരട്ടെ, ഇല്ലാഹിയത്ത് തരട്ടെ. അതിലൂടെ അല്ലാഹു തആലയുടെ പൊരുത്തം അല്ലാഹു തആല നമുക്ക് നൽകട്ടെ. നമ്മുടെ കാര്യങ്ങളൊക്കെ ഹൈറായ നിലയ്ക്ക് അല്ലാഹു ആക്കി തരട്ടെ. അവിടെ അല്ലെങ്കിൽ നേരം കെട്ടി വരിക, അപ്പൊ അവിടെ കൊണ്ടിട്ട് നിൽക്കണില്ല എന്നാ പറഞ്ഞത്. അങ്ങനെ എങ്ങനെ പൊന്നിന്റെ മുന്നിലെ തീരുമാനം അല്ലാഹുതആല അങ്ങനെ കൊണ്ടുവന്ന് പലയിടത്ത് അല്ലാഹുതആല തൗഫീഖാക്കട്ടെ. പ്രത്യേകിച്ചും നമ്മുടെ ഉസ്താദ് നിസാമി ഷാ ഉസ്താദ് അവര് ഇവരെ വിളിച്ച് ഞാൻ വിളിച്ചു ഒക്കെ നമുക്ക് പോകാൻ ഉസ്താദ് ഇന്ന് വിളിച്ചപ്പോൾ ഉസ്താദ് കുറച്ച് വേദനയൊക്കെ ഉണ്ട്. അപ്പോൾ ഉസ്താദ് പറഞ്ഞു ഞാൻ എയർപോർട്ടിലേക്ക് വരാം. ഞാൻ പറയാം ആദ്യം സംസാരിച്ചിട്ട് പറഞ്ഞു അവസ്ഥ ഞാൻ പോട്ടെ. അവസ്ഥ ചെയ്ത് പോരാൻ പറഞ്ഞു. അവരെ നൂറുസ്ഥാനം തന്നെ നല്ല അവസ്ഥയിലെ ഇറങ്ങി പാടത്തൊക്കെ നമുക്ക് വലിയ പാടം അതൊക്കെ ഒമ്പത്തൊന്നൊക്കെ എന്താ സാധികാവത്തി പിന്നെ അങ്ങനെ വന്ന് എന്നെ വസിക്കയറി എത്ര പ്രയാസപ്പെട്ടിട്ടാ മക്കത്ത് ഉസ്താദ് എത്തിയത്. മക്കത്ത് നമ്മൾക്ക് ഉസ്താദിന്റെ ബിൽഡിങ്ങാണ്, നമ്മുടെ ബിൽഡിംഗ് ഷീളന്റെ ബിൽഡിംഗ് ഉസ്താദ് കിട്ടി. നേരെ മുന്നിൽ അപ്പുറത്തേക്ക് അവിടെ ചെന്ന് നോക്കുമ്പോൾ 14 നിലയുള്ള ബിൽഡിങ്ങാണ്. 14 നിലയുള്ള ബിൽഡിംഗ് എന്നിട്ട് ചെറിയ ലിഫ്റ്റ് കൂടിയായ 4 ആൾക്ക് ശരിക്കും നിൽക്കാൻ വയ്യാത്ത ലിഫ്റ്റാ. അങ്ങനത്തെ ലിഫ്റ്റ് കൂടിയായ പിന്നെ ഈ 14 നിലയുള്ള ബിൽഡിംഗ് ആള് കയറുമ്പോൾ എങ്ങനെയാണ് യാത്രക്കാർക്ക് സൗകര്യപ്പെട്ടിട്ട് നമ്മളവിടെ കുറെ നിന്ന് പോയി. അപ്പൊ ഞാൻ ഇറങ്ങുമ്പോ സ്റ്റേഫിനെ വരുന്നത് അവിടെ വരിക, അതിന് അറുമതി വരുമ്പോ സ്ഥലത്ത് പോയിട്ട് വരിക. അവരെ ശരിക്കും ഭയങ്കര അറിയില്ല. അപ്പൊ ശരിക്കും പറഞ്ഞു ഞാൻ സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പൊ ശരിക്കും ഞാൻ അവിടെ പോയിട്ടില്ല. അവനെന്ത് അവിടെ പോയി നിന്ന് പിന്നെ വൈകിയ എന്നെ ഏതായാലും എത്തിപ്പെട്ട് അതിൻ്റെ അടുത്ത് ഇരുന്ന് പ്രത്യേക സംസാരിച്ച് പിന്നീട് തന്നെയല്ലേ എനിക്കിട്ട് ഇറങ്ങിയെങ്കിലും ലിഫ്റ്റ് കിട്ടൂല. പിന്നെ നിന്ന് കഴിഞ്ഞോട് പറഞ്ഞു സ്കൂള് എന്തെങ്കിലും കൊണ്ടേ പിന്നെ ആ ചെറിയ മറ്റേ കസേര അത് കൊണ്ടുവന്നാ വേണ്ടി ഇരുന്ന് കുറെ ഇരുന്നിട്ട് പിന്നെ അങ്ങനത്തെ ലിഫ്റ്റിലാണ് ഉസ്താദ് അങ്ങോട്ടും കൊടുക്കുക. അങ്ങനെ എത്ര പ്രയാസപ്പെട്ടിട്ടാണ് ഷെയ്ഖുനാന്റെ കൂടെ അള്ളാന്റെ ഈ 2 അറവില് ഒരു സഹവാസം കിട്ടുക എന്നുള്ളത് അത് എത്ര വലുതായിട്ടാണ് ഉസ്താദ് കണ്ടത്. അങ്ങനെ എന്ത് ചെയ്തു, അങ്ങനെ ഉസ്താദ് മദീന തയ്യിബിലും അതേ കിടമത്തിൽ തന്നെ ആ ഷെയ്ഖുനാന്റെ ആ സഹവാസത്തിലൂടെ അവിടെയൊക്കെ കൂടി പലയിടത്ത് ഉസ്താദ് വന്നു. ഉസ്താദിനും നല്ല സുഖമില്ല, ഉസ്താദിനും സുഖമില്ല, മറ്റെല്ലാവരും ഉസ്താദന്മാരൊക്കെ ഉണ്ട്. അവർക്ക് എല്ലാവർക്കും കാര്യം പറഞ്ഞെത്തിയെന്നാണ്
അല്ലാഹു തആല അവർക്കൊക്കെ നല്ല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. നല്ല ആഫിയത്ത് അല്ലാഹു തആല നൽകട്ടെ. റഹ്മാന്റെ കൂടെ ഒട്ടി നിന്ന് ദീനിനെ നിലനിർത്തിയ അവർക്കും നമ്മൾക്കും നമ്മുടെ അധികാരിക്കൊക്കെ ശിൽസിന്റെ അധികാരിക്കൊക്കെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹു ഖൈറാക്കി തരട്ടെ. ഇതിനൊക്കെ കാരണക്കാരെ നമ്മുടെ മശായിഖുമാരുടെ അവരുടെ ബഹുമാനപ്പെട്ട നൂറുൽ മശായിഖ് റളിയല്ലാഹു അൻഹു, നൂറുല്ലാഹി സാനി റളിയല്ലാഹു ദുഹൈഷാർ റഹ്മത്തുള്ളാഹി അലൈഹി, കമാലുല്ലാഹി ഷാ റഹ്മത്തുള്ളാഹി അലൈഹി, ജമാലുല്ലാഹി ഷാ റഹ്മത്തുള്ളാഹി അലൈഹി, ഹരീലുല്ലാഹി ഷാ റഹ്മത്തുള്ളാഹി അവരുടെ ഉസ്താദുമാരൊക്കെ ദറജാത്തുകളും പദവികളും അല്ലാഹു നാൾക്ക് നാൾ ഉയർത്തട്ടെ. അവരുടെ എല്ലാവിധമായ തവജ്ജുഹ് ഫീളാത്തുകളെ കൊണ്ട് നമ്മളെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ബിജായി സയ്യിദനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.